ഒന്ന് ചിന്തിച്ചു നോക്കൂ. 1940കളിലും 50കളിലും കേരളത്തിലെ മുസ്ലിം ജനതയുടെ അവസ്ഥ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തായിരുന്നു. 9 മാസം ഗർഭിണിയായ സ്ത്രീകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഫീസത്ത് മാലകൾ പിഞ്ഞാണത്തിലെഴുതി അത് കലക്കിയ വെള്ളം കുടിപ്പിച്ച് ഗർഭത്തിന്റെ വേദനയോടെ പള്ളിയുടെ ചോരങ്ങളിൽ മരിച്ചു വീണ 100 കണക്കിന് പെൺമക്കൾ അന്ന് കേരളക്കരയിൽ ഉണ്ടായിരുന്നു. അപസ്മാരം ബാധിച്ച പൈതലുകളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മന്ത്രി ചോദിക്കെട്ടിയ ഏലസുകളുമായി വാപ്പാന്റെ മടിയിൽ വായിൽ നിന്ന് നൊരയും പതയും കണ്ട് അതേ വാപ്പാന്റെ മടിയിൽ തലവെച്ച് മരിക്കേണ്ടി വന്ന ഹതഭാഗ്യവാന്മാരായ 100 കണക്കിന് മക്കൾ അന്ന് കേരളക്കരയിൽ ഉണ്ടായിരുന്നു. കിടന്ന പാഴയിൽ നിന്ന് പെണ്ണങ്ങാനും അല്പം തെറ്റിക്കിടന്നാൽ അവളെ ജിന്ന് കൊണ്ടുപോയതാണെന്നും അതുകൊണ്ട് അടിച്ചിറക്കണമെന്നും വിശ്വസിപ്പിച്ച് ഇരുട്ടുള്ള മുറികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പാവപ്പെട്ട പെൺകുട്ടികളുടെ മാനവും ജീവിതവും നശിപ്പിച്ച ഒരു കാലഘട്ടം ഈ കേരളക്കരയിലെ മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെ മാറിയത്? ലോകത്തേക്കൊരു പ്രവാചകൻ വീണ്ടും നിയോഗിക്കപ്പെട്ടതല്ല. കേരളക്കരയിലെ മണ്ണിലേക്ക്, മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് അമ്പിയാക്കളെ പറഞ്ഞയച്ചതിന്റെ പേരിലല്ല, മറിച്ച് അന്നത്തെ പണ്ഡിതന്മാർ, അന്നത്തെ കാലഘട്ടത്തിലെ മഹാരഥന്മാർ വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അലവി മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ ലോകത്തിന്റെ സ്പന്ദനമറിഞ്ഞ, ഇസ്ലാമിന്റെ കൃത്യമായ രീതി അറിഞ്ഞ അന്നത്തെ ഉലമാക്കൾ കേരളത്തിന്റെ മൂലകളിൽ ഓരോ മുക്കുമൂലകളിലും ചെയ്യുന്ന തൗഹീദിന്റെ വെള്ളി വെളിച്ചം അറിയിച്ചു കൊടുത്തതിന്റെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് മനുഷ്യരെ, എനിക്കും നിങ്ങൾക്കും ചൂഷണം ചെയ്യപ്പെടാതെ റബ്ബിനെ ആരാധിക്കാൻ സാധിക്കുക എന്നുള്ളത്. ആ ബാധ്യത ഇന്ന് റബ്ബ് നമ്മളെയാണ് ഏൽപ്പിച്ചതെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കലും സ്ഥാനം കിട്ടലും മാത്രമല്ല നമുക്കിനിയുള്ള ഉത്തരവാദിത്വം, നമസ്കരിക്കലും മാത്രമല്ല ഉത്തരവാദിത്വം, ജുമുഅക്ക് പങ്കെടുക്കലും മാത്രമല്ല ഉത്തരവാദിത്വം. എന്റെ കുടുംബത്തിൽ, എന്റെ നാട്ടിൽ വെളിച്ചമെത്താത്ത ഓരോ മനസ്സുകളിലേക്കും ആ വെളിച്ചമെത്തിക്കാൻ എനിക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ എന്നിൽ നിന്നും അള്ളാഹു ആഗ്രഹിച്ചൊരു മാറ്റം, ഒരു തിരിച്ചറിവ് എനിക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആ ഈമാനാണ് മൻ റളിയ ബില്ലാഹി റബ്ബൻ, റബ്ബായി അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കുക എന്നുള്ളത്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ടും അംഗീകരിക്കാൻ സാധിക്കണം. ഇന്നത്തെ തലമുറകളോട് നമുക്ക് പറയാനുള്ളതും, ഓരോ നാടും തലമുറയും ഏറെ നശിച്ചുകൊണ്ടിരിക്കുകയാ. ചിന്തിലെരിയുന്ന സിഗരറ്റും താടി രോമങ്ങളെ വളർത്തി ആളുകൾക്ക് മുൻപിൽ വേഷം കെട്ടുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ യൗവനങ്ങൾ, ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നവലിബറൽ ചിന്തകൾ കുത്തിവെക്കുന്ന ഇന്നത്തെ തലമുറയെ മക്കളോട് നമുക്ക് പറയാൻ സാധിക്കണം, വബിൽ ഇസ്ലാമി ദീന, ലോകത്തൊരു സമാധാനമുണ്ടെങ്കിൽ അത് ഇസ്ലാം എന്ന മതത്തിൽ മാത്രമാണെന്ന്. അതിനെന്തു വേണം? ഇസ്ലാമിനെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കണം, ബോധ്യപ്പെടുത്താൻ സാധിക്കണം.